ഹേ ഗായ്സ്, ഇന്നത്തെ ഇൻട്രോയില് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ അക്ഷയ സെന്ററിൽ വരെ വന്നിട്ട് ചെറിയ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. സോ നമ്മള് ബോംബെ പോവുകയാണ് സുഹൃത്തുക്കളെ. ഉടനെ പോവും. നിങ്ങൾക്ക് അറിയാം, നമ്മളെ ബിച്ചോണ്ണനും ചേച്ചിയും നമ്മളെ വീട്ടിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പോ അവരുടെ വീട് വാങ്ങി, അവിടെ പുതിയ ഫ്ലാറ്റ് വാങ്ങിച്ചായിരുന്നു. ഓരോന്ന് കഴിഞ്ഞ് പോവാ എന്ന് പറഞ്ഞിങ്ങനെ മാറ്റി വെച്ചു. അപ്പൊ എന്തായാലും നമുക്ക് ഓണത്തിന് മുമ്പ് പോയിട്ട് വരണം. കാരണം ഓണത്തിന് അവർ ഇങ്ങോട്ട് വരും. അപ്പൊ അതിന് മുമ്പ് നമുക്ക് പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പോവാന്ന് വിചാരിച്ച് പോകേണ്ട സാധനങ്ങൾ, കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പൊ ഇന്നലെ രാത്രി മൃദുല ഉറങ്ങിയപ്പോൾ ഏതാണ്ട് 4-5 മണിയായി. ഞാൻ ഏതാണ്ട് 3 മണിയായപ്പോൾ ഉറങ്ങി പോലും. അമ്പൂട്ടനും ഉറങ്ങി. പിന്നെ മൃദുലയ്ക്ക് എഡിറ്റിങ്ങും അവൾക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൾ അതൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയപ്പം ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് ഞാൻ രാവിലെ അവളെ ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല. രാവിലെ ഞാൻ ഉറക്കം എണീറ്റ് നേരെ പല്ലും തേച്ച് ഒരു നിക്കർ ബഡ്സും എടുത്തിട്ട് നേരെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പൊ സമയം 1 മണിയായിട്ടോ. അയ്യോ, 1:30 നല്ല വിശപ്പുണ്ട്. കഴിക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗുഡ് ആഫ്റ്റർനൂൺ. ഉറങ്ങിയില്ലേ? ഊണ് വഴിയോരക്കട ഊണ് ഇവിടെ എല്ലാം വച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞില്ലടി ഇന്ന് വെച്ചെന്ന്. നല്ല അയല വറുത്തേക്കുണ്ട്. എന്റെ രാജകുമാരൻ. ഞാൻ രാവിലെ പോയപ്പോഴും ഉറക്കമായിരുന്നു, വന്നപ്പോഴും ഉറക്കം. ഓക്കെ, അപ്പൊ മുമ്പേ പോവാൻ റെഡിയാവും. സമയമായി. യോ സമയം, വണ്ടി റെഡിയായി. ഇല്ല, ഇന്ന് പോവാ. അയ്യോ, നിങ്ങക്ക് സർപ്രൈസാ. എന്തായിരുന്നു അച്ചാറിടാ ഒന്നും ഇല്ലല്ലോ, വാങ്ങണ്ടേ പോയി. അവിടെ തുടങ്ങി, അരിയോ തുടങ്ങി. ഓക്കെ, അപ്പം എക്സൈറ്റഡ് ആണോ മുംബൈ പോവാൻ? മുംബൈ പോയിട്ട് എന്തൊക്കെ കാണണ്ടേ? അതിനിവിടെ നമ്മളതൊക്കെ തോന്നല. അവിടെ എല്ലാം വിലക്കുറവാന്ന് വിചാരിക്കും. പക്ഷെ അവിടെ പോകുമ്പോൾ ഭയങ്കര വിലയായിരിക്കും. അത് ഹിന്ദി സംസാരിക്കണം. അമ്മ ഹിന്ദി അറിയാമോ? അച്ഛാ, ഹിന്ദി കുറച്ച് പഠിക്കണം, കുറച്ച് ഹിന്ദി സംസാരിക്കണം. നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ മലയാളികളെന്ന് പറയരുത്. എന്നെ കണ്ടാലും ഒരു ഹിന്ദി ലുക്കില്ലേ? എന്നെ കണ്ട ഒറീസ പറ. എനിക്ക് ഹിന്ദി അറിയാന്ന് ഞാൻ പറയാറ്. എന്തോ അറിയുന്ന ഹിന്ദി ഞാൻ കൊറേ പറഞ്ഞിട്ടുള്ള. ഞാൻ പറഞ്ഞില്ല, ഇനി +2 ഹിന്ദിയിൽ ഇരുന്നു. അയ്യേ, ഈ പണ്ട് ഹിന്ദി അമ്മയ്ക്കൊരു നോർത്ത് ഇന്ത്യൻ ലുക്കോട്ട് കൊണ്ടില്ലേടി? ഉണ്ട്. അമ്മ ചിരിക്കുമ്പോ കണ്ണിങ്ങനെ ഇത്രേ ഉള്ളൂ, കണ്ണ് കാണത്തില്ല ചിരിക്കുമ്പോ. അപ്പം ഇടി ഹിന്ദി മാർക്കുണ്ടെന്നും പറഞ്ഞ് ഒരു പുല്ല് ആർക്കും ഹിന്ദി സംസാരിക്കാൻ അറിയത്തില്ല. ചോദിക്കും, ഷോണ ഉണ്ടോ നീ ചോദിക്കും, ഞാൻ ഉത്തരം പറയാം. ഞാനും ദീപ് ചേച്ചി വന്നാ പിന്നെ ഞാൻ ദീപ് ചേച്ചി ഹിന്ദിയിലായിരിക്കും സംസാരിക്കുന്നത്. ഹിന്ദിയിൽ ഇംഗ്ലീഷ്. തുമാർ കർ യഹി ഹേ. ഞാൻ അമ്പൂന്റെ അടുത്ത് ഹിന്ദി പറയട്ടെ. ചോറും കൊടുത്തിട്ട് എനിക്ക് അമ്പൂട്ടിന് ഓണം പൊന്നാണി. ചെറിയൊരു മൂക്കലുണ്ട്. മൂക്കിൽ മരുന്നൊക്കെ ഒഴിച്ച്. അപ്പം റെഡിയാ, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോണം. ഫുഡൊക്കെ കഴിയും. അത് കഴിച്ചിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. നമുക്ക് കഴിക്കാം. ഞാൻ ഡബിൾ മൈൻഡ് നിൽക്കുകയാണ് ഗൈസ്. മുടി വെട്ടണോ മുടി വെട്ടണ്ടയോ? എന്റെ മുടി ഇങ്ങോട്ട് ഒതുങ്ങിയിരിക്കുന്നില്ല. 2 ഡബിൾ മൈൻഡ് നിൽക്കുകയാണ് കേട്ടോ. വെട്ടണോ വെട്ടണ്ടയോ? ഞാൻ പറഞ്ഞേ മറ്റുള്ള സിയാറ മൂവിയിലാ നടന്റെ കട്ടൊന്ന് സിയാറ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു? ഞാൻ നോക്കട്ടെ. മേ ബി ചിലപ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കും. ഇന്നലെ തൊട്ട് ഇങ്ങനെ ഡബിൾ മൈൻഡ് നിൽക്കുക. ബോംബെ പോകുന്നതിന് മുടി വെട്ടണോ മുടി വെട്ടണ്ടേ? എന്നോട് ഇഷ്ടമുണ്ട്. അതുപോലെ ഒന്ന് ഹെയർ കട്ട് ചെയ്യും. ബേബി മഹാഡാണി ഡാണി. അച്ഛെടുക്കാം. അമ്മ ഡാൻസ് കളിക്കുന്നു. ഇത് എവിടെ നിന്ന് പഠിച്ചോ എന്തോ? ഇങ്ങനെ അവ കുഞ്ഞിലേക്ക് കരയുമ്പോ ഞാൻ ഇങ്ങനെ അവനെ ഇങ്ങനെ കാണിക്കും. അത് കാണിക്കുമ്പോ വൈകുന്നേരം ഡാൻസാ. പുറത്തോട്ട് പോവാം. അവിടെ മേലിന്റെ ആയിരിക്കണ ഇവൻ ജനിച്ച പിന്നെ ഇവന്റെ അച്ഛനെ വിളിക്കാതിരിക്കും.
അയ്യോ തുപ്പിയിലൊന്നും വായിക്കാത്ത തുമ്മിട്ടുണ്ട്. 10 മിനിറ്റ് സമയം തരും. പെട്ടെന്ന് റെഡി ചെയ്യണേ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. നീയും അവനെ ഇറക്കി വിട്. പോട്ട് പോയി ബാത്റൂമിലൊക്കെ പോയിട്ട്. ഈ സാധനമാണ് കാറ്റത്ത് കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നത്. നല്ല രസമല്ലേ സൗണ്ട്? അപ്പുറത്തെ വീട്ടിൽ കലാത്തി വളർന്നില്ലേ മൃതിലെ? അയ്യോ സത്യ കാടായില്ലേ. ഞാൻ ഇപ്പഴാ ശ്രദ്ധിക്കുന്നേ. ഈ വീട്ടിന്റെ പേരാണ്, ഈ വീട്ടുപേരോടെ ഇത് ഇത് തമിഴാണ്. നമ്മുടെ നെയ്ബർ തമിഴ്നാട്ടുകാരാണ്. തമിഴ് നെയ്ബർ. കുന്തനക്ക് തമിഴ് വായിക്കാൻ അറിയാലോ. വേലായുധ ഇല്ലം മൃദുവീണ. എന്തുടാ കുഴപ്പം? കൊഞ്ഞാണോ ഒന്ന് കുത്തല്ലേ എന്നെ അമ്പു? വഴക്കുറേ ഞാൻ ചൂടാവും. അമ്പൂട്ടിനെ പേടിപ്പിക്കാം. അടങ്ങി ഒതുങ്ങി ഇരുന്നോണം കേട്ടല്ലോ. ഡേയ് ഇങ്ങോട്ടാ. അടങ്ങി ഒണങ്ങിയിരുന്നു. ഇപ്പഴി നമ്മള് വിരട്ടുന്നത് പേടിയാവും തുടങ്ങുന്നത്. ഒരു ദിവസം പറയാം. ഇവനെ അറിയേണ്ട സമയമായി. അത് ഇവനെ കയ്യിൽ ചൂട് ഇവനെ ചണ്ടി പൊട്ടിന് ഇങ്ങനെ ഞെവിടി വിട്ടാണ്ടല്ലോ. ആട്ടിയെടുക്ക്. അച്ഛന്റെ ഒരു കാര്യം അയ്യോ അടിയവനെ ഇവൻ കുരുത്തക്കേട് കാണിച്ച അവന്റെ ഈ ചിരിച്ച മയക്കുമ്പോ ഇതാണ് അവന്റെ മെയിൻ പണി. ഇവ കടിച്ച് വലിക്കുവേ. എന്നിട്ട് ഞാൻ അമ്പത് വിളിക്കുമ്പോ മാസ്റ്റർ പീസ് ആക്കി കൈ വെച്ചേക്കുക. കൂടുതലുണ്ടല്ലോ ഗൈസ്, ഡ്രസ്സ് ഓരോന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കും എങ്ങനെയുണ്ട് ഈട്ടാ. അതിന് എനിക്കും ഇഷ്ടപ്പെടണ്ടേ? അല്ലെങ്കിൽ നീ നിന്റെ ഇഷ്ടത്തിന് ഇടണം. ഇനി എന്റെ ഇഷ്ടം നോക്കി എടുത്തോളൂ. അങ്ങനെ ഒരു കൂന കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം ഡ്രസ്സാ. എന്നിട്ട് ലാസ്റ്റ് എന്റെ തന്നെ ഒരു ടീഷർട്ട്, എന്റെ ഊറിയ ജാക്കറ്റ്. ഞാൻ പണ്ട് ഞാൻ ഓർമ്മ ഉണ്ടത് കോളേജ് പഠിക്കുമ്പോണ്ടായിരുന്നു. നിങ്ങൾ പറ. എന്റെ മോൻ കരയുന്നു. കോളറൊക്കെ നേരെ. ഇത് എന്തുവാ ഇത്? വെയിലത്ത് പമ്പൂട്ടം ചിരിക്ക് നോക്കണേ. സൺകിഷ്ഡ് അങ്ങോട്ട് നോക്കിയോ. ഈ സൂര്യന്റെ ഒരു കാര്യം എന്നെ ഇവിടെ ഇടിക്കാൻ സമ്മതിക്കില്ല. ഈ സൂര്യൻ ഈ ചൂടിയന്റെ ഒരു കാര്യം. വൈറ്റമിൻ D3 തീർന്നല്ലോ. ഈ വാങ്ങണ്ടേ? എന്തുവാ ഈ ചൂടിയന്റെ ഈ ചൂടി എന്തുവാ ബുദ്ധിമുട്ടിക്കണേ? നമ്മളിവിടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല ഫ്രണ്ടില്. നാരങ്ങ വാങ്ങാം. നാരങ്ങ ആൻഡ് മാങ്ങ. എന്റെ ഷർട്ട് കൊണ്ട് വന്നിരിക്കുക അവള്. ചേച്ചി മാങ്ങ 1 കിലോ. നല്ല അച്ചാറിടുന്ന മാങ്ങ ആൻഡ് നാരങ്ങ, ചെറുനാരങ്ങ. നാടനൊന്നും ചോദിക്കരുത്, എല്ലാം തമിഴ്നാടാ. ഇല്ല. അയ്യോ പൂച്ച ഓടൂച്ചേ. ഈ പൂച്ച അള്ളാൻ വരുന്നു. ഓടി വന്നതിന്റെ അടുത്ത്. പക്ഷേ അടിക്കോ? അള്ളത്തില് അടിക്കൂല്ലേ പൂച്ച? ചേച്ചി പോവാ. ചുമ്മാ പറയല്ലേ അള്ളാൻ വരുന്നത്. ഇതിനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. പേരെന്തുവാ? കരിമു. ഏയ് കരിമു. ഡേയ് റേസിസം. ലുക്കുണ്ട്. ടെറർ ലുക്ക്. വാട്സ്ആപ്പ്. മാങ്ങ എടുത്തോ. ചേച്ചിയെ ഒരു പേടിയില്ല. ചേച്ചിയുടെ കൂളർ എടുത്തോണ്ട് തോന്നുന്നു. അടിക്കുന്നതിന് ഇവിടെ വളർത്തുന്ന കേട്ടാ. കരിമോ ഡേഞ്ചറാ. വാള ടേസ്റ്റ് ഇല്ല. വാള നല്ല ടേസ്റ്റ് ഇല്ലേ ചുണക്കമീൻ കറി? അടിപൊളി വറുക്കാൻ. അത് വേണ്ട, കൊഞ്ചു വേണ്ട. വാള ഉണ്ടല്ലോ നല്ലോണം, അത് വേണ്ട. ചേച്ചി വഴക്ക് പറഞ്ഞപ്പോഴേ പോയി കിടക്കുന്നുണ്ടോ? അനുസരണ നോക്കണി മുതലേ കണ്ടോ? അനുസരണ. ഈ പടം കേട്ടിട്ടില്ലേ? ഇതിന്റെ പേരെന്ത് പറഞ്ഞു ചേച്ചി?
ഞാലിപ്പൂവൻ. ഓ, ഈ ഞാലിപ്പൂവനെയാണ് നമ്മളെ നാട്ടിലൊക്കെ ഞാലിപ്പൂവൻ എന്ന് പറഞ്ഞേ. തിരുവനന്തപുരം സൈഡില് രസകഥളി. എന്റെ സ്ഥലം കൊല്ലം. എന്നാൽ രണ്ട് ജില്ലയല്ലേ? അത്രേ ഉള്ളൂ. നമ്മളെ കയ്യിലൊക്കെക്കാരാ. പക്ഷെ ഞാൻ ഇപ്പൊ തിരുവനന്തപുരംകാരനാ. ആ അതെ, പിന്നെ എന്തൊരു വേണം, കൊല്ലംകാരൻ ജയിച്ചെന്നേ ഉള്ളൂ. ഓ, 1 കിലോയിൽ 1 ഗ്രാം പോലും കൂടിയില്ല കേട്ടോ. ആണോ? അത് തിരുവനന്തപുരക്കാരുടെ സ്നേഹമാണ്. ആ വെച്ചാ ഒരു പഴം 2 പഴം വെച്ച് ഏത്തനും. ഓക്കെ, ടാറ്റ, താങ്ക് യു. ഓക്കെ, ചേച്ചിയുടെ ഷോപ്പിൽ നിങ്ങളെല്ലാരും കയറണം കേട്ടാ. നമ്മള് സ്ഥലം പറഞ്ഞു വിടും അങ്ങോട്ട്. എവിടെ? അതെ, പമ്പിന്റെ ഓപ്പോസിറ്റ്. പോട്ടെ. ഓക്കെ, എന്റെ മാസീവ് ഷോപ്പിംഗ് കഴിഞ്ഞ് ഗൈസ്. വീട്ടിൽ എത്തിയിട്ട് ഞാൻ കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ. നീ ഇത്രയും അടുത്ത സമയത്ത് അല്ല, നിന്റെ എല്ലാവരും കാണണം വീഡിയോയിൽ. കാണും. ഇതാണ് വെറുതെ എടുക്കുന്നത്. ഇല്ല, വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനങ്ങനെ നമ്മൾ വലിയ ഷോപ്പിൽ നിന്നല്ല, ചെറിയ ഷോപ്പിൽ നിന്നാണ്. ഒരു 10 എണ്ണം, ഒരു 5 ഷർട്ട്, ഒരു 4 ടീഷർട്ട്. എടി, ഞാൻ 3-4 മാസം കൂടുമ്പോഴാണ് എവൾക്ക് കൂടെ പ്രൊമോഷനൊക്കെ കിട്ടും ഗൈസ്. ഡ്രസ്സൊക്കെ നമുക്ക് ആരും പ്രൊമോഷനും തരുന്നില്ല, ഒന്നും തരുന്നില്ല. നമ്മൾ ഡ്രസ്സ് കാശ് കൊടുത്ത് വാങ്ങണം. അതുകൊണ്ട് നമുക്ക് കിട്ടാറില്ല. കൊള്ളത്തില്ല. നീ ജീൻസിൽ ഞാൻ അന്ന് പോന്നേനോ? അന്ന് ഞാൻ പോന്നേനൊന്ന് ജീൻസ് ആയിരുന്നു. ജീൻസ് ജംപ് സ്യൂട്ട് ചോദിച്ചു നോക്കാം. പണ്ട് കോളേജിൽ എവള് വിളിക്കും എന്നെ താഴെ. ഇവള് ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് എനിക്ക് ബൈക്ക് ഉണ്ടല്ലോ, ഒന്ന് ബൈക്ക് ചെല്ലുമ്പോൾ എവിടെ എന്നെ വിളിച്ചിട്ട് പറയും, മാസ്റ്റർ എന്നെ ഒന്ന് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വരെ വരാമോ? ഞാൻ അന്നൊരു ദിവസം വിളിച്ചു പറഞ്ഞ ആരെങ്കിലും ഒന്ന് എനിക്ക് പനിയാട്ടിരിക്കുന്നു. എവള് എന്നത് പറഞ്ഞ് നീ എന്നെ എപ്പോഴും എവിടെ എവള് കോളേജിൽ പോകണമെങ്കിലും ഞാൻ പിക്കപ്പ് ചെയ്ത് വരാറുണ്ട്. ഞാൻ ആദ്യ സമയത്ത് ഞാൻ വിളിക്കുമായിരുന്നു. അതുപോലെ എവള് ബസ്സിൽ കയറുമ്പോൾ വീട്ടിൽ എത്തിയിട്ട് അവൾക്ക് ഫോൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ബൈക്കിൽ പോകുമ്പോൾ എനിക്ക് കാര്യം പറയാൻ പറ്റുന്നത് ഞാൻ കോളേജിൽ 1 മണിക്കൂർ ഇരിക്കുക. അവള് ഫോൺ കട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. എന്ത് അങ്ങനെ ഞാൻ പിക്കപ്പ് ചെയ്ത് എന്റെ പിക്കപ്പിലായി അവള്. അതുകൊണ്ട് അമ്മയുടെ കയ്യില് മാനം നോക്കിയിരിക്കുന്നു. പോയി ഡ്രസ്സർ ഓടി. ജംപ് സ്യൂട്ട് ഇല്ല. ഓ, കൊള്ളാം. കൊള്ളാം, രസമുണ്ട്. അപ്രൂവ്. ഓക്കെ, ഈ പിങ്ക് ട്രൈ ചെയ്ത് നോക്കണം. വേറെ ബ്ലാക്ക് ട്രൈ ചെയ്ത് നോക്കിയാ അതും കൂടി ഇട്ട് നോക്ക്. ഇത് ഈ എടുത്തൊരു പിള്ളേരെ ടൈപ്പ്. നെക്സ്റ്റ് ടോം ആൻഡ് ജെറി വേണ്ട. നെക്സ്റ്റ് ഇത് നൈസ് സാധനം, പൊളി സാധനം, ഇഷ്ടപ്പെട്ടു. അത്രയും എത്തിയിട്ടില്ലേലും കേരളക്കാരിയാണ് എല്ലാവരും. ഇത് കൊള്ളാം, രസമുണ്ട് കാണാൻ. ആ ബ്ലാക്കിന്റെ കൂടെ ചേരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട്. അതെ, അവിടെ കേട്ട് ഭയങ്കര പ്രൈസ്, ഓവർ പ്രൈസ്. അതുപോലെ നമ്മൾ വിചാരിച്ചൊരു ഡിസൈൻ നമുക്കൊരു ഫാഷൻ കിട്ടിയില്ല. കിട്ടി. സാറ്റിസ്ഫൈഡ്. അപ്പൊ ഞാനും എടുത്തു. നമ്മൾ ഡിക്കി 1, 2, 3. ഇത് 3 എന്റേത്. മൃദുലേക്ക് എത്ര കവർ? 2 കവർ. കറക്റ്റ് 3 കവറാ. 4-5 മണിക്കൂർ നീണ്ടുന്ന ഷോപ്പിംഗ് ആണ്. എന്താണ് രാത്രി കഴിക്കാൻ? ഞാൻ കുളിച്ചു കേട്ടോ. എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുളിക്കാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. പക്ഷേ ചിലരൊക്കെ അങ്ങനെയല്ല. ഇത് ഉണക്കമീൻ തോരനോ? എന്തോ ഉണക്കമീൻ തോരൻ, അയല ഫ്രൈ, നല്ല പൊന്നേരി ചോറ്, പപ്പടം, പിന്നെന്തുണ്ട്? സാമ്പാർ, മീൻകറി. നല്ല അടിപൊളി തിക്ക് സാമ്പാർ ഗൈസ്. സാമ്പാർ, തേങ്ങ അരച്ച മീൻകറി അങ്ങനെ കൂട്ടാറില്ല ഗൈസ്. വൃത്തിയിലാണ് നമ്മൾ. പിന്നെ തേങ്ങ അരച്ച മീൻകറി വല്ലപ്പോഴൊക്കെ കൂട്ടാം, ഡയറ്റാണെങ്കിലും. തേങ്ങയ്ക്ക് വിലയായത് കൊണ്ടും ഡയറ്റ് ആയതുകൊണ്ടും തേങ്ങ അവോയ്ഡ് ചെയ്യാൻ 2 റീസൺ ഉണ്ട്. നേരത്തെയൊക്കെ തേങ്ങ അവോയ്ഡ് ചെയ്യാൻ ഒറ്റ റീസൺ ഉള്ളായിരുന്നു, ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞ് നമുക്ക് സ്കിപ്പ് ചെയ്യായിരുന്നു. ഇപ്പം വിലയുടെ കാര്യം പറഞ്ഞും സ്കിപ്പ് ചെയ്യാം, കാരണം ഭയങ്കര വിലയാണ്. ഇപ്പം ഒരാൾ വീഡിയോ പറഞ്ഞതുപോലെ ഇപ്പം ചമ്മന്തി കൂട്ടുന്നത് റിച്ച് ആൾക്കാരാ. ചമ്മന്തി കരച്ച് തിന്നുന്നത് റിച്ച. ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഈ സാധനം കൂടുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്.
ഉപ്പിടാൻ ഞാൻ ഉണക്കമീൻ തോരൻ, ഉണക്കമീൻ അരിഞ്ഞു വേവിച്ചിട്ട് മുള്ളു കളയും. അത് ഭയങ്കര മെനക്കേടല്ലേ? മുളകും പച്ചമുളകും എല്ലാം വഴറ്റി ഉപ്പൊക്കെ ഇച്ചിരി ഉപ്പ് മുളക് ഇതിപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഉണക്കമീൻ ഉപ്പ് മാത്രമേ ഉള്ളൂ. ഉണക്കമീൻ തന്നെ അത്യാവശ്യം നല്ല ഉപ്പുണ്ട്. പക്ഷെ നിങ്ങൾ കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാക്കി പണ്ടോട്ടുണ്ടാക്കുക. കമന്റ് ചെയ്താൽ മതി, അമ്മ ഒന്നോട് പറയുന്നില്ലേ. പരിഞ്ഞിലൊക്കെ ഉണ്ടാകുന്ന ടേസ്റ്റ് ഇല്ലേ? അതിന്റെ ഒരു ടേസ്റ്റ്. കാരണം പരിഞ്ഞിലില്ല ഇങ്ങനെ തോരൻ മുളകൊക്കെ ഇട്ട് നമ്മള് മാങ്ങ നമുക്ക് ബോംബെ കൊണ്ടുപോകാനാണ്. ഭയങ്കര ടേസ്റ്റാ. ഇതിനകത്ത് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. അല്ല പൊളി. ഇന്ന് അമ്മയുടെ റെസിപ്പിയിൽ ഞാൻ ഉണ്ടാക്കുന്നു മാങ്ങാച്ചാർ ആൻഡ് നാരങ്ങാച്ചാർ. തുടക്കമേ പാളി. മാസടിച്ചതാ. അറിയോ അറിയോ ഇങ്ങട്ടെ അമ്മ ബാക്കി നീട്ടി. നിന്റെ പല്ലി ഇടിച്ചു പോയി. പാട്ടിടാം കേസ്. എനിക്ക് കുക്കിങ്ങിന് പാട്ട് വേണം കേസ്. എനിക്ക് വൈബുള്ളൂ. നേരാ ഇപ്പൊ ട്രെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്. ഞാനിത് കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കും. കേട്ടോണ്ടിരിക്കുന്ന മാത്രമല്ല പാടി പാടി മനുഷ്യനെ വെറുപ്പിക്കും. അപ്പോ ഡാൻസ് ചെയ്യാൻ പോ. മാങ്ങ ഒന്നിച്ചിടണോ? അതെന്തൊരു അച്ചാറ് ഒന്നിച്ച് എണ്ണ ഒഴിക്കാൻ അല്ല എന്നാ അത് മാങ്ങ തോനെ ഉണ്ടായിട്ടേ എത്രയും വേണ്ടി വരുമായിരിക്കും. അരപ്പൊക്കെ ഒന്ന് നോക്കണ്ടേ? എത്ര പോരെണ്ണ ചൂട് ഒഴിച്ചോ? ചുമ്മാ അല്ല ഈ അച്ചാർ കൂട്ടല് കൂടിപ്പോയി. അത് ഈ എണ്ണ എനിക്ക് കൂടിയിട്ടില്ല. പൊടി കാന്താരി ഉണ്ട്, കടുകിടണം, കാന്താരി. വെളുത്തുള്ളി ഇത് മൊത്തം ഞാൻ പറയാം. ഞാൻ എടുത്ത് പറഞ്ഞു. എനിക്ക് ഭയങ്കര ടെൻഷന്റെ ചൂടായ നോക്കുമ്പോ എണ്ണ ചൂടായ നോക്കുമ്പോ താറാവിന്റെ ഞാനൊന്നും പറയുന്നില്ല, ചുണ്ട് പോലുണ്ട്. ചുണ്ട് തന്നെ പറയാൻ വന്നത്. നീ ചെയ്യുമ്പോ കാണ്ടാമൃഗത്തിന്റെ ഏട്ടൻ പോയി കണ്ടിട്ടുണ്ടോ? ഞാൻ എന്ന് കാണാറുണ്ടല്ലോ. കണ്ണാടിയിലല്ലേ? കണ്ണാടിയിലല്ലേ? അതെനിക്ക് അറിയാട്ടാ. അയ്യോ പറഞ്ഞിട്ടൊക്കെ ഇടണ്ടേ? കടുക് തട്ടിയ ഭാര്യ ഭർത്താവ് തമ്മിൽ വഴക്കാവുന്ന പറയുന്നത്. വീട്ടിൽ വഴക്കാവുന്നു. ഞാൻ പറഞ്ഞത് കേട്ടാ നീ? കേട്ട്. നീ മനപ്പൂർവ്വം തട്ടിയിട്ടേ വെള്ളം കൂടി തളിച്ചാലോ? അപ്പൊ പെട്ടെന്ന് പൊട്ടും. ക്യാമറ വെച്ചത് പറഞ്ഞ പൊട്ടി ക്യാമറയിൽ അടിച്ച്. നിങ്ങൾ എല്ലാം മ്യൂസിക് കണ്ടോ കേട്ടോ. ആ നല്ലത്. ഓക്കെ മ്യൂസിക് ഫുൾ മ്യൂസിക്. അച്ചാർ അച്ഛൻ്റെ അച്ചാർ സ്പോൺസർഡ് ബൈ പ്രദീപ് ആൻഡ് കൗണ്ട് റെഡി ബൈ മൃദുല. ഡയറക്റ്റഡ് ബൈ വീഡിയോഗ്രാഫി ബൈ മൃദുല മുരുകൻ. ഡയറക്റ്റഡ് ബൈ ഉമാ മുരുകൻ. കാഴ്ചക്കാരൻ പ്രൊഡ്യൂസർ. നിനക്ക് എന്തെങ്കിലും റോളുണ്ടോ? നമ്മളെ മാങ്ങാച്ചാർ റെഡി ഗൈസ്. സിമ്പിൾ സ്റ്റെപ്പാണ്.
തന്നെ ഉപ്പ് മാങ്ങ ഇത്രയും വെന്താ മതി. ഒരുപാട് വെന്താ എൻ്റെ ഒരു പച്ചപ്പ് പോകും. കറക്റ്റ് മാങ്ങയുടെ പുളിയും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഗൈസ്, അപ്പോ നമ്മുടെ ഈ ഒരു ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന സുഹൃത്തുക്കളെ. അപ്പൊ നാളെ കാണാം. പറ്റാ അപ്പോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള ബൈ.